പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് പോകരുതേ. പക്ഷികൾക്ക് തൂവൽ അലങ്കാരം എന്നതുപോലെ, കോഴിക്കുഞ്ഞുങ്ങൾക്ക് തൂവൽ അലങ്കാരം എന്നതുപോലെ മനുഷ്യനവന്റെ അലങ്കാരവും പ്രൗഢിയും കാണിക്കാനുള്ളതാണ് മാന്യമായ വസ്ത്രമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക്, മദീനത്തെ പള്ളിയിലേക്ക് ഒരു സഹാബി വര്യൻ കടന്നു വരികയാ. വഅലൈഹി സൗബുൻ ദൂൽ, വളരെ മുഷിഞ്ഞതായ വസ്ത്രമിട്ടുകൊണ്ടാ കടന്നു ചെല്ലുന്നത്. അല്ലാഹുവിന്റെ റസൂലുടനെ തന്നെ ആ അനുയായിയോട് ചോദിച്ചു അത്രേ, അലക്കമാൽ, നിനക്ക് സമ്പത്തില്ലയോ, ധനമില്ലയോ, നീ പണക്കാരനല്ലയോ, നിനക്ക് അല്ലാഹു അനുഗ്രഹം വാരിക്കോരി ചൊരിഞ്ഞിട്ടില്ലയോ? ഫഖാൽ, ആ മനുഷ്യന് പ്രത്യുത്തരം കൊടുത്തു അത്രേ, നഅം യാ റസൂലല്ലാഹ്, ശരിയാണ് നബിയേ, ശരിയാണ്. മിൻ കുല്ലിൽ മാൽ, എല്ലാ നിലയ്ക്കും ധനമുള്ളവനാണ്. മിനൽ ഇബ്ലി വൽ ബഖരി വൽ ഗനമി വർ റഖീഖ്, ആടുമാട് ഒട്ടകങ്ങൾ എനിക്കുണ്ട് റസൂലേ, അടിമ സമ്പ്രദായം എനിക്കുണ്ട് റസൂലേ, വലിയ ധനാഢ്യനാണ് ഞാനെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പെരുമ്പറ പറഞ്ഞപ്പോ മുഷിഞ്ഞ വസ്ത്രമിട്ടുകൊണ്ട് ചില പണക്കാരായ ആളുകൾ ഇന്നും പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്, പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ ചെയ്യൽ സൂഫിസമാണെന്ന് ധരിക്കേണ്ടതില്ല. അത് തെറ്റാണ്, തെറ്റായ ധാരണയാ. ശരീരം മുഴുവനും പച്ച പുതച്ചുകൊണ്ട് 10 വിരൽ 50 മോതിരം ധരിച്ചുകൊണ്ട് ഏതെങ്കിലും മഖാമിൽ തസ്ബീഹ് പിടിച്ചുകൊണ്ട് മക്കളെയും കുടുംബങ്ങളെയും പട്ടിണിക്കിട്ടുകൊണ്ടിരിക്കലാണ് സൂഫിസം എന്ന് ധരിക്കുന്നവർക്ക് തെറ്റുപറ്റിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ ഈ പണക്കാരനായ വ്യക്തി സ്വന്തം കുടുംബത്തെ മറന്നുകൊണ്ട് മോശപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയുടെ അകത്തളങ്ങളിൽ കടന്നു വന്ന വ്യക്തിയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിനക്ക് അല്ലാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലാഹു നിന്നെ പണക്കാരനായി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ഫഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അല്ലാഹു ഒരടിമയുടെ മേൽ നൽകിയതായ സാമ്പത്തികമാകുന്ന അനുഗ്രഹങ്ങൾ അവന്റെ ജീവിതത്തിൽ കാണാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു സമ്പത്ത് കൊണ്ട് നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ സമ്പത്തിന്റെ അനുസൃതമാകുന്ന വസ്ത്രധാരണം മാന്യമായ നിലയ്ക്ക് നീ നടത്തണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അനുയായിയെ ഉപദേശിച്ചു എന്ന് ആ സ്വഹാബി വര്യൻ തന്നെ സ്വഹാബത്തെ കിറാമിനോട് പറയുന്നത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രശസ്തമാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരെ, 500 രൂപ ഡെയിലി വരുമാനമുള്ളവർ 5000-ന്റെയും 50,000-ന്റെയും വസ്ത്രം തേടി പോകേണ്ടതില്ല. ആ 500 രൂപയ്ക്ക് അനുസൃതമായ മാന്യമായ വസ്ത്രം ധരിക്കണേ. നല്ല വസ്ത്രം ധരിക്കും, വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. ചില ആളുകൾ പറഞ്ഞു നടക്കുന്നത് വിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന മോശപ്പെട്ട വസ്ത്രം ധരിക്കണം, ഇടുങ്ങിയ ചിന്താഗതിയാണ്, ഇടുങ്ങിയ രീതിയിൽ ജീവിക്കേണ്ടി വരും, കയ്യിലുള്ള പൈസ മുഴുവൻ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടി വരും, ഒന്നും ഒരു രക്ഷയുണ്ടാവൂല, മോശപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് ഏതെങ്കിലും പള്ളിക്കകത്ത് തസ്ബീഹ് പിടിച്ചുകൊണ്ടിരിക്കലാണ് സൂഫിസം എന്നൊക്കെയാണ് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത്. അതല്ല, മാന്യമായ വസ്ത്രം ധരിക്കൽ വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഓവറാകാതിരുന്നാലും മതി. ഞാൻ പറഞ്ഞല്ലോ, അതാ 500 രൂപയും 700 രൂപയൊക്കെ ഡെയിലി വരുമാനമുള്ളവൻ അതിനനുസൃതമാകുന്ന വസ്ത്രം ധരിക്കട്ടെ, അവന്റെ നിലവാരത്തിനൊത്ത് ധരിക്കട്ടെ. മുതിർന്നവർ ധരിക്കുന്നത് കണ്ടിട്ട് എനിക്കതുപോലെ വേണമെന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അനിൽ അംബാനി തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി 40 ലക്ഷത്തിന്റെ സാരി വാങ്ങിക്കൊടുത്തു. അത് കണ്ടിട്ട് പെണ്ണുങ്ങൾ എനിക്കും അതേപോലെ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുക? 40 ലക്ഷത്തിന്റെ സാരി അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ് അനുസരിച്ച്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുതലാളിമാരാണല്ലോ. അതുകൊണ്ട് തന്നെ അവരാ രീതിക്ക് പെരുമാറുന്നത് കണ്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര് എനിക്കതുപോലെ വേണമെന്ന് പാവപ്പെട്ട ഭർത്താവിനോട് നിർബന്ധം പിടിച്ചാൽ എങ്ങനെയാ ശരിയാവുക? എത്രയെത്ര സഹോദരിമാരാണ് നമസ്കരിക്കുന്ന നമസ്കാര കുപ്പായം വർഷങ്ങളായിട്ട് കരിമ്പനടിച്ച് കറുത്ത പുള്ളികൾ വീണിട്ട് പോലും ആ നമസ്കാര കുപ്പായം ഒന്നും മാറ്റാത്ത എത്ര ഉമ്മമാരുണ്ട്.
എന്നാൽ സാരികളും പർദ്ദകളും ചുരിദാറുകളും മിടിയും ടോപ്പും ഒക്കെ ആവശ്യത്തിനപ്പുറവും നമ്മുടെ കൈകളിൽ ധാരാളം ഉണ്ടെങ്കിൽ പോലും ഇടുന്ന വസ്ത്രം, അള്ളാന്റെ മുന്നിൽ ധരിക്കുന്ന വസ്ത്രം, നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്തുള്ള വസ്ത്രം ഒറ്റ ജോഡിയേ ഉള്ളൂ. അത് വല്ലാതെ മുഷിഞ്ഞിരിക്കുക. അത് അലക്കിയിടുന്ന ദിവസം അള്ളാഹ് നമസ്കാരവും ഇല്ല. കാരണം എന്താ? അത്ര നേരം എടുക്കും ഇതൊന്ന് അലക്കി പിഴിഞ്ഞ് കൊണ്ട് ഇടണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. ഇത് കഴുകി അഴുക്കെല്ലാം പോകണ്ടേ? നമസ്കരിക്കുന്ന മുസല്ലയോ 43 ഓട്ടയാണ്. അതെന്താണ്? 10 വിരൽ വെച്ച് 20ആയി. പിന്നെ നെറ്റിയും കഴുത്തും എല്ലാം കൂടെ അങ്ങോട്ട് വെക്കുകയാണ്. കൈമുട്ടും കാൽമുട്ടും ഒക്കെ വെച്ചതിൻ്റെ ഒക്കെ ഓട്ടത്തോളം വീണിരിക്കണം ഒന്നായിട്ട്. നിസ്കരിക്കുന്ന മുസല്ല ആരുടേത്? പള്ളിയിലല്ല പറയുന്നത്, വീട്ടിലെ നമ്മുടെ ഉമ്മമാരുടെയോ. എന്നാലും മുസല്ല മാറ്റുമോ? ഇല്ലല്ല, എൻ്റെ വല്യുമ്മ ഹജ്ജ് കഴിഞ്ഞ് കൊണ്ടുവന്നതാണ്. വളരെ പവിത്രതയുള്ള മുസല്ലേ, വെച്ചോ, നല്ലതാ, മാറ്റണ്ട. ഞാനതാ പറയുന്നത്, നമ്മുടെ നമസ്കരിക്കുമ്പോൾ അള്ളാന്റെ മുന്നിലുള്ളതായ സൂക്ഷ്മതയും സൃഷ്ടികളുടെ മുന്നിലുള്ളതായ സൂക്ഷ്മതയും എടുത്തു നോക്ക്. ഒരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രം അതിനേക്കാൾ അതിനപ്പുറവും ഏതൊക്കെയാണ്? എല്ലാം പുതിയതാണ് നമ്മൾ ധരിക്കുന്നത്. മുല്ലപ്പൂവും ചൂടിക്കൊണ്ടേ നമ്മൾ പോവും, അല്ലേ? ഏറ്റവും സുന്ദരമായ രീതിയിൽ നിൽക്കും. അള്ളാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അല്പം അത്രയൊക്കെ തേച്ച് നല്ല റാഹത്തായിട്ട് നിൽക്കുന്ന പള്ളിയിലേക്ക് അങ്ങനെ ഒന്ന് നല്ല റാഹത്തായിട്ട് പോയി എത്ര ചെറുപ്പക്കാരുണ്ട്, എത്ര യുവാക്കളുണ്ട്. അള്ളാന്റെ മുന്നിൽ നല്ലതുപോലെ നമസ്കരിച്ച് തീർത്ത എത്ര ഉമ്മമാരുണ്ട്. അപ്പൊ മാന്യമായ വസ്ത്രം നൽകണം. പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തെ ഇക്റാമിനോട് പറയുകയാണ്, യാ സ്വഹാബ تحسنوا إليهن في كسوتهن وطعامهن. ഓ ഭർത്താക്കന്മാരെ, നിങ്ങൾ അടിച്ചു പൊളിച്ച് രസിക്കുവാൻ വേണ്ടി നല്ല സുന്ദരമാകുന്ന വസ്ത്രം ധരിക്കുമ്പോ വീടിന്റെ അകത്തളങ്ങളിൽ കണ്ണീരും കയ്യിലും അകപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകാനോ അയൽപക്കത്ത് നടക്കുന്നതായ പെരവാസോനിക്ക് പോകാനോ പ്രാർത്ഥനയോടുകൂടി കഴിഞ്ഞുകൂടുന്ന വീട്ടിലെ ഭാര്യമാരുണ്ട്, ഉമ്മമാരുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, തുഹ്സിനു ഇലൈഹിന്ന ഫീ കിസ്വതിഹിന്ന വതഅമിഹിന്ന. മാന്യമായ ഭക്ഷണം നൽകുന്നതോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് മാന്യമായ വസ്ത്രം കൂടി നൽകണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭർത്താക്കന്മാരുടെ കടമയാ, ഗൃഹനാഥന്റെ കടമയാ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ, മക്കൾ, കുടുംബാദികളുടെ മാന്യമായ ഭക്ഷണവും മാന്യമായ വസ്ത്രം കൊടുക്കുക എന്നുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്രയെത്രയോ കുടുംബങ്ങളിലാണ് മാന്യമായ വസ്ത്രം പുറത്തേക്ക് ധരിക്കാനില്ലാഞ്ഞിട്ട് കല്യാണത്തിന് പോകാതെ വീടിന്റെ കത്തളങ്ങളിൽ കണ്ണീരിൽ കഴിയുന്നതായ എത്രയെത്ര മംഗമാരുണ്ട്, എത്രയെത്ര പാവപ്പെട്ട സഹോദരിമാരുണ്ട്. അവരുടെ അറുതി വരുത്താനാണ്, കണ്ണീരിന് അറുതി വരുത്താൻ അല്ലാഹുവിന്റെ റസൂലതാ ഭർത്താക്കന്മാരോട് ഉപദേശിക്കുകയാണ്, പുരുഷന്മാരോട് ഉപദേശിക്കുകയാ. മാന്യമായ ഭക്ഷണം കഴിക്കുന്നവരെ, റെസ്റ്റോറന്റിൽ പോയിട്ട് സുഭിക്ഷമായിട്ട് ചിക്കൻ 65 കഴിക്കുന്നവരെ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ കത്തളങ്ങളിൽ ചമ്മന്തി അരച്ചുകൊണ്ട് നിന്നെ കാത്തുകൊണ്ടിരിക്കുമ്പോ പാതിരാത്രി സമയത്ത് കടന്നു വരുന്ന നീ, ഞാൻ ഭക്ഷണം കഴിച്ചു, നീ പോയി ഉറങ്ങിക്കോ എന്ന് പറയുന്നതായ മോശപ്പെട്ട സമ്പ്രദായം അരുതേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിന്റെ കുടുംബത്തിന് മാംസാഹാരം നൽകണേ. അത് പരിശുദ്ധ മദ്ഹബാകുന്ന ശാഫി മദ്ഹബിലെ അഭിപ്രായമാ. ഷാഫി മദ്ഹബിലെ അഭിപ്രായമാ. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന പരിശുദ്ധമാകുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചു. എന്ത് പറഞ്ഞു? കുടുംബത്തിൽപ്പെട്ടവർക്ക് നിന്റെ അയാളുകൾ, നിന്റെ കുടുംബത്തിൽ നിന്റെ ആശ്രിതരായ നിന്റെ മക്കൾ, നിന്റെ ഭാര്യ, ഉമ്മ, മാതാപിതാക്കൾ, ഇവർക്ക് എന്ത് കൊടുക്കണം? ആഴ്ചയിൽ ഒരു ദിവസം മാംസാഹാരം കൊടുക്കണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഉസ്താദെ, റാഹത്തായിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് പോയി കടയിൽ പോയി കഴിക്കില്ല, ഒരുപാട് കാശാവും. അതുകൊണ്ട് ഒരു 118 രൂപയ്ക്ക് 1 കിലോ ഇറച്ചി വാങ്ങിച്ചു വന്നിട്ട് ചിക്കൻ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും. ഭാര്യ വെക്കുകയും ചെയ്യും. അപ്പോൾ ഒരു പീസ് അവക്കും കൊടുക്കും. കാലൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിലും ചെറിയ ചെറിയ ചാറൊക്കെ വെച്ച് അവക്കും കൊടുക്കലുണ്ട് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ അള്ളാന്റെ റസൂല് പറയുന്നു, ഭക്ഷണം മാത്രം നോക്കിയാൽ പോരാ, വസ്ത്രം കൂടി നോക്കണേ. വസ്ത്രം കൂടി നോക്കണേ. നമ്മൾ ഒരു ജോഡി വസ്ത്രം എടുക്കുമ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മൾ ഒരു ജോഡി വസ്ത്രം എടുക്കുന്നുണ്ടോ? ഉണ്ടോ?
ഇല്ല, നമുക്കാണ് ഏറ്റവും കൂടുതൽ വസ്ത്രം ഇല്ലേ? അപ്പം നമ്മളും ഇത് കറക്റ്റ് അല്ല നമ്മൾ കാണിക്കുന്നത് ഭാര്യയോട്. നമുക്ക് വസ്ത്രങ്ങൾ 22-30 ജോഡിയുള്ളവരാ എൻ്റെ മുന്നിലിരിക്കുന്നത് ഇല്ലേ? കുറഞ്ഞത് 5 ജോഡി വസ്ത്രമെങ്കിലും ഏറ്റവും ചുരുങ്ങിയതുണ്ടാവും. ഭാര്യയ്ക്ക് നോക്ക്, പുറത്തേക്ക് ഇട്ടുകൊണ്ട് പോകാൻ 10 ജോഡി പോലും ചിലപ്പോൾ കാണൂല. ഉള്ളത് കീറലായിരിക്കും. വീട്ടിലിട്ടിരിക്കുന്ന നൈറ്റിയോ അല്ലെങ്കിൽ വീട്ടിലിടുന്നതായ വസ്തുക്കളോ ചുരിദാറുകളോ അത് വളരെ മോശപ്പെട്ടായാലും ഭർത്താവ് ശ്രദ്ധിക്കൂല, വാപ്പ ശ്രദ്ധിക്കൂല. എന്നാൽ അള്ളാന്റെ ഖുർആൻ പറയുന്നു 2 വസ്ത്രധാരണ രീതി നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. ഒന്ന് മനുഷ്യന്റെ നഗ്നത മറയ്ക്കുന്നത്, മറ്റൊന്ന് നല്ല പ്രൗഢി കാണിക്കാൻ പറ്റുന്നു. പെരുന്നാളിന്റെ സുദിനത്തിൽ മാന്യമായ വസ്ത്രം ധരിക്ക്, കളർ വസ്ത്രം ധരിക്കട്ടെ, സന്തോഷം പ്രകടിപ്പിക്കട്ടെ. ആ സന്തോഷത്തിന്റെ സമയത്ത് നിങ്ങൾ നല്ല കളർ വസ്ത്രം ധരിക്കട്ടെ. ഷാഫി മദ്ഹബ് പറയുകയാണ് കണ്ടോ. അല്ലാതെ വെള്ളം ധരിച്ചുകൊണ്ട് നടക്കണമെന്നും അങ്ങനെ തന്നെ പോകണമെന്നല്ല ഈ പറയുന്നത്. കടും ചുവപ്പും കടും കറുപ്പുമാണ് വിശുദ്ധ ഇസ്ലാം നിരോധിച്ചിട്ടുള്ളത്. നമ്മുടെ മക്കൾ ഇന്ന് അതാ ധരിക്കുന്നത്. ആ വലക്കണ്ടല്ലോ, 10 കൊല്ലം കഴിഞ്ഞാലും ഒരക്കണ്ട. ആക്സും അതുപോലെ തന്നെ ഇപ്പൊ ബോഡി സ്പ്രേ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്, ഫോഗും ഒക്കെ. അതിന്റെയൊക്കെ പരസ്യം കണ്ടിട്ട് അതിങ്ങനെ അടിച്ച് വീശിയിട്ട് കല്യാണ സദസ്സിലൊക്കെ ഇങ്ങനെ വഴങ്ങി നടക്കുക. കഴുകണ്ട, വെള്ളയാകുമ്പോഴത്തേക്കും വേഗം അഴുക്ക് പറ്റും. നമ്മൾ കണ്ടില്ലെങ്കിൽ മറ്റുള്ളവർ കാണിച്ചു തരും, ഹയവാൻ ഇതേ അഴുക്കിരിക്കുന്നെന്ന് പറയും. അതുകൊണ്ട് എന്താണ്, വെള്ള വസ്ത്രം തൊടത്തേയില്ല. അള്ളാന്റെ ഖുർആൻ പറയുന്നു ഏറ്റവും ഉത്തമമായ വസ്ത്രം ഏതെന്നറിയുമോ? ഏറ്റവും ഉത്തമമായ വസ്ത്രം അള്ളാന്റെ ഖുർആൻ പറയാൻ